എല്ലാവർക്കും നമസ്കാരം. ഇലക്ട്രീഷ്യൻ ട്രേഡിന്റെ ഈ മോഡ്യൂളിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ മുൻ വീഡിയോകളിൽ കൺട്രോൾ ആക്സസറികൾ ഘടിപ്പിച്ച കൺട്രോൾ പാനൽ ബോർഡ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നമ്മൾ പഠിച്ചു. ഇന്നത്തെ സെഷനിൽ നമ്മൾ പഠിക്കുന്നത് കൺട്രോൾ പാനൽ ക്യാബിനറ്റിൽ സർക്യൂട്ട് ബ്രേക്കറുകൾ, റിലേകൾ, കോൺടാക്റ്റുകൾ, ടൈമറുകൾ തുടങ്ങിയ വിവിധ കൺട്രോൾ എലമെന്റ്സ് മൗണ്ട് ചെയ്യുക, കൺട്രോൾ പാനലിൽ ആവശ്യമായ അളവെടുക്കൽ ഉപകരണങ്ങളും സെൻസറുകളും തിരിച്ചറിഞ്ഞ് ഇൻസ്റ്റാൾ ചെയ്യുക, വയറിംഗ് ഡയഗ്രാം അനുസരിച്ച് കൺട്രോൾ ക്യാബിനറ്റിന്റെ വയറിംഗ് നടത്തുക, XLPE കേബിളുകൾ ചാനലിംഗ്, ടൈയിങ്, ചെക്കിംഗ് എന്നിവ ചെയ്യുവാനും കൺട്രോൾ പാനൽ അതിന്റെ പ്രകടനത്തിനായി പരിശോധിക്കുക തുടങ്ങിയവയാണ്. ഒരു കൺട്രോൾ പാനൽ ക്യാബിനറ്റിൽ വിവിധ കൺട്രോൾ എലമെന്റുകൾ, സർക്യൂട്ട് ബ്രേക്കറുകൾ, റിലേകൾ, കോൺടാക്റ്റുകൾ, ടൈമറുകൾ തുടങ്ങിയവ എങ്ങനെ മൗണ്ട് ചെയ്യാമെന്ന് ആദ്യം നമുക്ക് പഠിക്കാം. ആവശ്യമായ ഘടകങ്ങളും ഉപകരണങ്ങളും: ട്രെയിനീസ് ടൂൾ കിറ്റ് ഒരെണ്ണം, മൾട്ടിമീറ്റർ ഒരെണ്ണം, വയർ കട്ടർ ഓർ സ്ട്രിപ്പർ ഒരെണ്ണം, നീഡിൽ ഫയൽ സെറ്റ് ഒരു സെറ്റ്, റൗണ്ട് ഫയൽ സെറ്റ് ഒരെണ്ണം, ഹാൻഡ് ഡ്രില്ലിംഗ് മെഷീൻ ഇലക്ട്രിക് 6 mm ഒരെണ്ണം, ഹാഫ് റൗണ്ട് ഫയൽ സ്മൂത്ത് 150 mm ഒരെണ്ണം, ഫ്ലാറ്റ് ഫയൽ സ്മൂത്ത് 150 mm ഒരെണ്ണം, MCB 3 പോൾ 415 വോൾട്ട് 16 ആംപിയർ ഒരെണ്ണം, OLR 3 ഫേസ് 415 വോൾട്ട് ഓർ 0 to 15 ആംപ്സ് ഒരെണ്ണം, കോൺടാക്ടേഴ്സ് 3 ഫേസ് 415 വോൾട്ട് ഓർ 16 ആംപ്സ് 5 എണ്ണം, ടൈമർ റിലേ 1 ഫേസ് 2 എണ്ണം, പുഷ് ബട്ടൺ 4 എണ്ണം, ഹോൾഡറുകളുള്ള RYB ഇൻഡിക്കേറ്റിംഗ് ലാമ്പ് 3 എണ്ണം, ലിമിറ്റ് സ്വിച്ച് ഒരെണ്ണം, ഓൺ ഓഫ് റോട്ടറി സ്വിച്ച് 3 ഫേസ് 32 ആംപ്സ് ഒരെണ്ണം, സ്ക്രൈബർ 100 mm ഒരെണ്ണം, സ്റ്റീൽ റൂളർ 30 cm ഒരെണ്ണം, പലതരം ബോൾട്ടുകളും നട്ടുകളും ആവശ്യത്തിന്. ഒന്നാമതായി നമുക്ക് കൺട്രോൾ പാനൽ തയ്യാറാക്കാൻ പോകുന്ന കൺട്രോൾ സർക്യൂട്ട് ഡയഗ്രാം വികസിപ്പിക്കേണ്ടതുണ്ട്. തുടർന്ന് കൺട്രോൾ സർക്യൂട്ട് അനുസരിച്ച് കൺട്രോൾ ക്യാബിനറ്റിനായി ലേഔട്ട് ഡയഗ്രാം വികസിപ്പിക്കുക. ഒരു കൺട്രോൾ പാനൽ ക്യാബിനറ്റ് എടുക്കുക. ഉപകരണങ്ങൾ മൗണ്ട് ചെയ്യേണ്ട പാനൽ ബോർഡിൽ അടിസ്ഥാന പ്ലേറ്റിന്റെ മൊത്തം വിസ്തീർണം അളക്കുക. ആവശ്യമായ ആക്സസറികളുടെ ആകെ എണ്ണം അനുസരിച്ച് ഒരു സർക്യൂട്ട് ബ്രേക്കർ, കോൺടാക്ടർ, പുഷ് ബട്ടൺ, OLR, ഓൺ ഓഫ് റോട്ടറി സ്വിച്ച്, ടൈമർ മുതലായവ പോലുള്ള ഉപകരണങ്ങൾ മൗണ്ട് ചെയ്യാൻ ആവശ്യമായ ഏരിയ തിരിച്ചറിയുകയും പരിശോധിക്കുകയും ചെയ്യുക. സർക്യൂട്ട് ബ്രേക്കറുകളുടെയും കോൺടാക്റ്റുകളുടെയും മൗണ്ട് ചെയ്യുന്നതിനുള്ള ഡിൻ റെയിൽ റേസ്വേകൾ എവിടെയാണ് ഫിക്സ് ചെയ്യേണ്ടതെന്നുള്ള പ്ലേറ്റുകൾ അടയാളപ്പെടുത്തുക. മൗണ്ടിംഗ് ഡിവൈസുകൾക്കായി ലേഔട്ട് അടയാളപ്പെടുത്തുമ്പോൾ അത് മുഴുവൻ പ്രദേശത്തിനും ഒരേപോലെ വിതരണം ചെയ്യുന്നു. ഒരു അറ്റത്ത് എല്ലാ ഐറ്റംസും ഫിക്സ് ചെയ്യരുത്. ഭാവി ആവശ്യങ്ങൾക്കായി കുറച്ച് സ്ഥലം സൂക്ഷിക്കുക. നട്ടുകളുടെയും ബോൾട്ടുകളുടെയും വലിപ്പത്തിൽ ഇലക്ട്രിക് ഡ്രിൽ ഉപയോഗിച്ച് ഒരു ദ്വാരം ഉണ്ടാക്കുക. ദ്വാരങ്ങളിലൂടെ ബോൾട്ട് ഫ്രീ അല്ലെങ്കിൽ ബോൾട്ടിനെ ഫ്രീ ഗോയിങ് ആക്കാൻ നീഡിൽ റൗണ്ട് ഫയലോ വലിയ ബിറ്റുകളോ ഉപയോഗിക്കുക. ബേസ് പ്ലേറ്റിലെ ലേഔട്ട് അനുസരിച്ച് ഉപകരണങ്ങൾ ഫിക്സ് ചെയ്യുക. ഓരോ ഉപകരണത്തിന്റെയും ഉറപ്പും സ്ഥാനകൃത്യതയും പരിശോധിച്ച് അത് ഉറപ്പുവരുത്തുക. റിലേ കോയിൽ, കോൺടാക്ടർ കോയിൽ മുതലായവ വർക്കിംഗ് വോൾട്ടേജിന്റെ ഒരു ബാഹ്യ സ്രോതസ്സിലേക്ക് ബന്ധിപ്പിച്ച് ഫംഗ്ഷൻ സ്ഥിരീകരിക്കുക. പ്രത്യേകിച്ച് പുഷ് ബട്ടണുകളുടെയും കോൺടാക്ടറുകളുടെയും നോർമലി ക്ലോസ്, നോർമലി ഓപ്പൺ കോൺടാക്റ്റുകളിൽ. ഇതുവരെ നമ്മൾ കണ്ടത് ഒരു കൺട്രോൾ പാനലിൽ സർക്യൂട്ട് ബ്രേക്കറുകൾ, റിലേകൾ, കോൺടാക്റ്റുകൾ, ടൈമറുകൾ, മറ്റു നിയന്ത്രണ ഘടകങ്ങൾ എന്നിവ എങ്ങനെ മൗണ്ട് ചെയ്യാം. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. അതായത് കൺട്രോൾ പാനലിൽ ആവശ്യമായ മെഷറിംഗ് ഉപകരണങ്ങളും സെൻസറുകളും എങ്ങനെ തിരിച്ചറിഞ്ഞ് ഇൻസ്റ്റാൾ ചെയ്യാം എന്നതാണ്. ഈ ടാസ്കിന് ആവശ്യമായ ഘടകങ്ങളും ഉപകരണങ്ങളും ഇവയൊക്കെയാണ്: ടാക്കോമീറ്റർ ഡിജിറ്റൽ 3.5 ഡിജിറ്റ് ടാക്കോ ജനറേറ്റർ സെറ്റിനൊപ്പം ഒരെണ്ണം, സിംഗിൾ ഫേസ് ഫ്രീക്വൻസി മീറ്റർ ഡിജിറ്റൽ 3.5 ഡിജിറ്റ് ഒരെണ്ണം, ടെമ്പറേച്ചർ ഇൻഡിക്കേറ്റർ ഡിജിറ്റൽ 3.5 ഡിജിറ്റ് തെർമോസിറ്റർ സെൻസർ യൂണിറ്റിനൊപ്പം ഒരെണ്ണം, വോൾട്ട് മീറ്റർ 0 to 600 വോൾട്ട് ഡിജിറ്റൽ ഒരെണ്ണം, വോൾട്ട് മീറ്റർ 0 to 300 വോൾട്ട് ഡിജിറ്റൽ ഒരെണ്ണം, ആംപിയർ മീറ്റർ 0 to 30 ആംപ്സ് ഡിജിറ്റൽ 3.5 ഡിജിറ്റ് 3 എണ്ണം, നട്ടും ബോൾട്ടും വ്യത്യസ്ത വലിപ്പങ്ങളിൽ ആവശ്യാനുസരണം, വാഷർ സാധാരണയും സ്പ്രിംഗ് ടൈപ്പും വ്യത്യസ്ത വലിപ്പങ്ങളിൽ ആവശ്യാനുസരണം, 1 സ്ക്വയർ മില്ലിമീറ്റർ കേബിൾ ആവശ്യാനുസരണം. മുമ്പത്തെ പ്രാക്ടീസിൽ ഉപയോഗിച്ചിരുന്ന ആക്സസറികളുള്ള പാനൽ ബോർഡ് എടുക്കാം. തുടർന്ന് ഫ്രണ്ട് പാനലിൽ പാനൽ മീറ്ററുകളും ഇൻഡിക്കേറ്റേഴ്സും ഉറപ്പിക്കാം. ഈ കൺട്രോൾ പാനലിന് അനുയോജ്യമായ ഉപകരണങ്ങളുടെ ശരിയായ റേഞ്ച്, വോൾട്ട് മീറ്റർ, അമ്മീറ്റർ മുതലായവ തിരിച്ചറിയുകയും തിരഞ്ഞെടുക്കുകയും ചെയ്യുക. ഈ കൺട്രോൾ പാനലിന് ആവശ്യമായ സെൻസറുകൾ ടെമ്പറേച്ചറിനും സ്പീഡിനും തിരിച്ചറിയുകയും തിരഞ്ഞെടുക്കുകയും ചെയ്യുക. കൺട്രോൾ ഉപകരണങ്ങൾ ബേസ് കവറിൽ ഘടിപ്പിച്ചിരിക്കുന്നു. മുൻ പാനലിൽ ഇൻഡിക്കേറ്റേഴ്സ് ഘടിപ്പിക്കേണ്ടതാണ്. ഇൻസ്ട്രുമെന്റുകളിൽ കണക്ട് ചെയ്യുന്നതിനായി
പാനലുമായി ബന്ധപ്പെട്ട പോയിന്റുകളിൽ വയറിംഗ് അവസാനിപ്പിക്കുന്നു. ഫ്രണ്ട് പാനലിലെ ഇൻഡിക്കേറ്റേഴ്സ് ശരിയാക്കാൻ സ്ഥാനങ്ങൾ അടയാളപ്പെടുത്തുക. ലൈൻ ഇൻഡിക്കേറ്റേഴ്സ്, ട്രിപ്പിംഗ് ഇൻഡിക്കേറ്റേഴ്സ് മുതലായവ. ഫ്രണ്ട് പാനലിൽ മീറ്ററുകളും മറ്റു ഫിക്സ്ചറുകളും ഉറപ്പിക്കുന്നതിന് ദ്വാരങ്ങൾ ഉണ്ടാക്കുക. ഫ്രണ്ട് പാനലിലെ മീറ്ററുകളും ഇൻഡിക്കേറ്ററുകളും ഫിക്സ് ചെയ്യുക. ലൈൻ ഇൻഡിക്കേറ്റർ, ട്രിപ്പ് ഇൻഡിക്കേറ്റർ തുടങ്ങിയ ഉപകരണങ്ങൾ ഈ ചിത്രത്തിലെ പോലെ ഫ്രണ്ട് പാനലിന്റെ മുകളിലായിരിക്കണം. അടുത്തതായി കൺട്രോൾ ക്യാബിനറ്റിൽ വയറിംഗ് എങ്ങനെ ചെയ്യാം, കൂടാതെ XLPE കേബിളുകളുടെ ചാനലിംഗ്, ടൈയിങ്, ബഞ്ചിങ് എന്നിവ എങ്ങനെ നടത്താമെന്നും നമുക്ക് കാണാം. ഈ എക്സസൈസ് ചെയ്യുന്നതിന് ആവശ്യമായ ഘടകങ്ങളും ഉപകരണങ്ങളും: ട്രെയിനീസ് ടൂൾ കിറ്റ് ഒരെണ്ണം, മൾട്ടിമീറ്റർ ഒരെണ്ണം, വയർ കട്ടർ ഓർ സ്ട്രിപ്പർ ഒരെണ്ണം, ടൈയിങ് ക്ലിപ്സ് ആവശ്യാനുസരണം, ഫെറ്റ്യൂൾ ആവശ്യാനുസരണം, PVC ചാനൽ ആവശ്യാനുസരണം, ഡിൻ റെയിൽ ആവശ്യാനുസരണം, ടെർമിനൽ കണക്ടർ ആവശ്യാനുസരണം, XLPE കേബിൾ 1.5 സ്ക്വയർ മില്ലിമീറ്റർ 600 വോൾട്ട് ആവശ്യാനുസരണം, 1 സ്ക്വയർ മില്ലിമീറ്റർ കേബിൾ കോപ്പർ ആവശ്യാനുസരണം, ബെൽറ്റ് ട്രാപ്സ്, വയർ സ്ലീവ്സ്, വയർ ക്ലിപ്സ്, ഗ്രോമെറ്റ്സ് ആവശ്യാനുസരണം, ബനാന സോക്കറ്റ്സ് 5 മില്ലിമീറ്റർ ഒരെണ്ണം. മുൻ വീഡിയോകളിൽ കൺട്രോൾ ആക്സസറികൾ ഘടിപ്പിച്ച കൺട്രോൾ പാനൽ ബോർഡ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നമ്മൾ പഠിച്ചു. ഇപ്പോൾ ആക്സസറികളുടെ വയറിംഗ് പരിശീലിക്കേണ്ടതുണ്ട്. ഇവിടെ വയറിംഗ് ആവശ്യത്തിനായി XLPE കേബിളുകൾ ഉപയോഗിക്കും. ബഞ്ചിങ്, ചാനലിംഗ്, ടൈയിങ് എന്നിവ ഉപയോഗിച്ച് ഡയഗ്രാം അനുസരിച്ച് കൺട്രോൾ ക്യാബിനറ്റ് എങ്ങനെ വയറപ്പ് ചെയ്യാം എന്ന് ഇപ്പോൾ പരിശീലിക്കാം. ആദ്യം ഒരു വയറിംഗ് ഡയഗ്രാം വരയ്ക്കുക. ലൈൻ കൺട്രോളർ, ന്യൂട്രൽ, ഗ്രൗണ്ട് കണക്ഷനുകൾ എന്നിവയ്ക്കായി ഉപയോഗിക്കുന്ന കേബിളുകളുടെ കളർ കോഡിംഗ് പിന്തുടരുക. സപ്ലൈ ലൈൻ, ലോഡ് ലൈൻ എന്നിവ ഫെറ്റ്യൂൾ ഉപയോഗിച്ച് കളർ കോഡ് ചെയ്യുകയും നമ്പർ നൽകുകയും വേണം. വയറിംഗ് ഡയഗ്രാം അനുസരിച്ച് എല്ലാ കൺട്രോൾ ഉപകരണങ്ങളും മറ്റ് ആക്സസറികളും ബന്ധിപ്പിക്കുക. ടൈ ക്ലിപ്പുകളും വയർ ക്ലിപ്പുകളും ഉപയോഗിച്ച് XLPE കേബിളുകൾ ബഞ്ച് ചെയ്യുക. കൂടുതൽ കേബിളുകൾക്കായി ബെൽറ്റ് ട്രാപ്പുകൾ ഉപയോഗിക്കുക. മുൻവാതിലുമായി ബന്ധിപ്പിക്കുമ്പോൾ കേബിളുകളുടെ കൂട്ടത്തിൽ ഒരു U ലൂപ്പ് ഉണ്ടാക്കുക. കേബിളുകൾ വൃത്തിയായി ബഞ്ച് ചെയ്യാൻ അമിതമായ ടൈ എൻഡ്സും മറ്റ് അധിക ഭാഗങ്ങളും മുറിക്കുക. കൺട്രോൾ ഡിവൈസിലേക്കും അനുബന്ധ ഉപകരണങ്ങളിലേക്കും കേബിളുകൾ ബന്ധിപ്പിച്ച ശേഷം തുടർച്ച പരിശോധിക്കുക. തുടർച്ചയ്ക്കായി XLPE കേബിളുകൾ പരിശോധിച്ച് അവയെ ടൈറ്റൻ ചെയ്യുക. ബേസ് പ്ലേറ്റിൽ ഘടിപ്പിച്ചിട്ടുള്ള എല്ലാ കേബിളുകളും ബന്ധപ്പെട്ട ടെർമിനലുകളും ഉപകരണങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പോയിന്റുകളിലും പരിശോധിക്കുക. ഇപ്പോൾ XLPE കേബിൾ ഉപയോഗിച്ച് വയറപ്പ് ചെയ്ത കൺട്രോൾ ആക്സസറികൾ ഘടിപ്പിച്ച കൺട്രോൾ പാനൽ തയ്യാറായി കഴിഞ്ഞു. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ ഉപയോഗിച്ച് കൺട്രോൾ പാനലിനായി പവർ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക. വയറിംഗ് ഡയഗ്രാം അനുസരിച്ച് കൺട്രോൾ പാനലിൽ നിന്നും 3 ഫേസ് മോട്ടറിലേക്ക് കോൺഡുയിറ്റ് വയറിംഗ് ചെയ്യുക. മോട്ടറിന്റെ ഡബിൾ എർത്തിങ് നൽകുക. മോട്ടോർ ഉപയോഗിച്ച് കൺട്രോൾ പാനൽ നിയന്ത്രണങ്ങളുടെ ശരിയായ പ്രവർത്തനത്തിനായി വയറിംഗ് പരിശോധിക്കുക. ഫോർവേഡ്, റിവേഴ്സ്, സ്റ്റോപ്പ്, പുഷ് ബട്ടണുകൾ പ്രവർത്തിപ്പിച്ച് മോട്ടറിന്റെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ മാറ്റുന്നതിന് കൺട്രോൾ പാനലിന്റെ നിയന്ത്രണങ്ങൾ പരിശോധിക്കുക. ഇതുവരെ നമ്മൾ പഠിച്ചത് വിവിധ കൺട്രോൾ എലിമെന്റ്സ്, സർക്യൂട്ട് ബ്രേക്കറുകൾ, റിലേകൾ, കോൺടാക്റ്റുകൾ, ടൈമറുകൾ തുടങ്ങിയവ എങ്ങനെ മൗണ്ട് ചെയ്യാം, കൺട്രോൾ പാനലിൽ ആവശ്യമായ അളവെടുക്കൽ ഉപകരണങ്ങളും സെൻസറുകളും എങ്ങനെ തിരിച്ചറിയുകയും ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്യാം, കൺട്രോൾ ക്യാബിനറ്റിൽ വയറിംഗ് എങ്ങനെ ചെയ്യണം, കൂടാതെ എങ്ങനെ XLPE കേബിളിന്റെ ചാനൽ ചെയ്യലും ടൈയിങ്ങും പരിശോധിക്കലും ബഞ്ചിങ്ങും നടത്താം എന്നാണ്. അതിന് ആവശ്യമായ ഘടകങ്ങളും ഉപകരണങ്ങളും: ട്രെയിനീസ് ടൂൾ കിറ്റ് ഒരെണ്ണം, മെഗർ 1000 വോൾട്ട് ഒരെണ്ണം, കണക്റ്റിംഗ് ലീഡ്സ് ആവശ്യത്തിന്. ഇപ്പോൾ കൺട്രോൾ പാനൽ അതിന്റെ പ്രകടനത്തിനായി പരിശോധിക്കുക. ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റർ ഉപയോഗിച്ച് കോൺടാക്റ്റുകൾ, സർക്യൂട്ട് ബ്രേക്കറുകൾ മുതലായവയുടെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് IR വാല്യൂ പരിശോധിച്ച് വാല്യൂകൾ ടേബിളിൽ എൻ്റർ ചെയ്യുക. ഷോർട്ട് സർക്യൂട്ട് ഓർ ഓപ്പൺ സർക്യൂട്ട് തകരാർ ഉണ്ടോ എന്ന് പരിശോധിക്കുക. പാനൽ ബോർഡിലേക്കുള്ള വിതരണം ഓൺ ആക്കുക. ലൈൻ ഇൻഡിക്കേറ്റർ, മീറ്ററുകൾ മുതലായവയുടെ പ്രവർത്തനങ്ങൾ പരിശോധിക്കുക. അതിന്റെ പ്രവർത്തനത്തിനായി കോൺടാക്ടർ, പുഷ് ബട്ടൺ സ്വിച്ച്, ടൈമർ എന്നിവ പരിശോധിക്കുക. ടേബിളിൽ സ്റ്റാറ്റസ് നൽകുക. മോട്ടോർ ഓൺ ചെയ്ത് സെൻസറുകളുടെ പ്രവർത്തനങ്ങൾ പരിശോധിക്കുക. സ്പീഡും ടെമ്പറേച്ചറും. ഏതെങ്കിലും കൺട്രോൾ ഡിവൈസിൽ തകരാർ കണ്ടെത്തിയാൽ പുതിയ കൺട്രോൾ ഡിവൈസ് മാറ്റി അത് വീണ്ടും പരിശോധിക്കുക. മോട്ടോർ ഉപയോഗിച്ച് കൺട്രോൾ പാനൽ നിയന്ത്രണങ്ങളുടെ ശരിയായ പ്രവർത്തനത്തിനായി പൂർണ്ണമായ വയറിംഗ് പരിശോധിക്കുക. അവസാനമായി മോട്ടോർ ഓപ്പറേറ്റ് ചെയ്ത് നിയന്ത്രണ പാനലിന്റെ പ്രകടനം പരിശോധിക്കുക.
ഈ സെഷനിൽ നമ്മൾ പഠിച്ചത് കൺട്രോൾ പാനൽ ക്യാബിനറ്റിൽ സർക്യൂട്ട് ബ്രേക്കറുകൾ, റിലേകൾ, കോൺടാക്റ്റുകൾ, ടൈമറുകൾ തുടങ്ങിയ വിവിധ കൺട്രോൾ എലമെന്റ്സ് മൗണ്ട് ചെയ്യുക, കൺട്രോൾ പാനലിൽ ആവശ്യമായ അളക്കുന്ന ഉപകരണങ്ങളും സെൻസറുകളും തിരിച്ചറിഞ്ഞ് ഇൻസ്റ്റാൾ ചെയ്യുക, വയറിംഗ് ഡയഗ്രാം അനുസരിച്ച് കൺട്രോൾ ക്യാബിനറ്റിന്റെ വയറിംഗ് നടത്തുക, അതായത് XLPE കേബിളുകൾ ചാനൽ ചെയ്യൽ, ടൈയിങ്, ചെക്കിംഗ് തുടങ്ങിയവ കൺട്രോൾ പാനൽ അതിന്റെ പ്രകടനത്തിനായി പരിശോധിക്കുക എന്നിവയാണ്. ഈ സെഷനിലെ നിങ്ങളുടെ ശ്രദ്ധയ്ക്കും പങ്കാളിത്തത്തിനും നന്ദി. അടുത്ത സെഷനിൽ വീണ്ടും കാണാം.